നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6നെ കൊല വിളിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഷോ ഡയറക്ടർ ഈ സീസണെ കൊല വിളിക്കുകയാണ്. ഇന്ന് ഈ പറയുന്ന ഫാമിലി വീക്ക് കൊടുത്ത് ഇത് തേങ്ങയ്ക്കാണ് ഇപ്പം കൊണ്ട് ഫാമിലി വീക്ക് കൊടുത്തതെന്ന് എനിക്കറിയാം. ഞാൻ കുറെ വീഡിയോ കൊണ്ട് പറയുന്നു. ഈ സമയത്ത് കൊടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ല. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് ലൈവ് കാണാൻ വരെ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ ലൈവ് എന്ന് പറഞ്ഞ സാധനം ഇന്ന് കണ്ടിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഋഷിയുടെ ഫാമിലി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. അവരെന്താ പറയണം? അവർക്ക് ആരുടെ വൈരാഗ്യമോ ഇല്ല. പാവപ്പെട്ട വളരെ സ്നേഹം മാത്രമുള്ള രണ്ട് കുടുംബമാണ് വന്നത്. അവർക്ക് എല്ലാവരുടെ താല്പര്യമാണ്, എല്ലാവരുടെ ഇഷ്ടമാണ്. ആരുടെ വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ല. കാരണം വരാനുള്ള ചാൻസും വളരെ കുറവാണ്. കാരണം അമ്മാതിരിയുള്ള ഒരു ഈ പറയുന്ന ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു വിരോധമോ അവർക്ക് അവിടെ ആരുമായിട്ട് ഇല്ല. ചെറിയ ചെറിയ ഫൈറ്റും ചെറിയ വിരോധമൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു വലിയൊരു പണ്ട് ഈ പറയുന്ന കഴിഞ്ഞ സീസണില് പിന്നീട് നമ്മുടെ ശോഭയും അഖിൽമാരെയും പോലുള്ള ഒരു ഫൈറ്റോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഇല്ല. പറഞ്ഞു മനസ്സിലായി. ഈ പറയുന്ന ഋഷിയുടെ അമ്മയും അൻസിബയുടെ അമ്മയും വന്നു. എന്തെടുക്കാനാണ്? നമുക്ക് എന്തായാലും ഇതിരിക്കുന്നത് ഒന്നുമില്ല. അവർ വെറുതെ വന്ന കാര്യങ്ങൾ വന്ന് അവരെല്ലാം കുശലാന്വേഷണമൊക്കെ നടത്തി അവർ തിരിച്ചുപോയി. ഈ പറയുന്ന 90ാമത്തെ ദിവസം കൊണ്ടൊക്കെ വെക്കാനുള്ള ഈ പറയുന്ന എന്താണ് ഫാമിലി വീക്ക് ഒരു മൊട്ടൻ TRP കിട്ടാനുള്ള ഫാമിലി വീക്ക്. കഴിഞ്ഞ വട്ടമൊക്കെ അഖിൽമാരാറിന്റെ ഒക്കെ ആ സീസണില് ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കുകയായിരുന്നു. അഖിൽമാരാറിന്റെ ഫാമിലിയൊക്കെ വന്നപ്പോൾ സോഷ്യൽ മീഡിയ കത്തിയായിരുന്നു. അതിന് കാരണങ്ങൾ ഒരുപാടാണ്. അഖിൽമാറിന്റെ വൈഫ് വരുന്നു, 2 പിള്ളേർ വരുന്നു, ഈ പറയുന്ന ശോഭയുമായിട്ടുള്ള ആ ഒരു പിന്നീട് ഫൈറ്റ്, ശോഭ അഖിൽമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ജുനൈസുമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഇവർ എങ്ങനെയായിരിക്കും ഇവരുടെ പ്രതികരണം, ശോഭയുടെ അല്ലെങ്കിൽ ശോഭയോട് അഖിൽമാരാറിന്റെ വൈഫ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, ശോഭയോട് അഖിൽമാരാറിന്റെ വൈഫ് വെച്ച് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ശോഭ സോറി പറയുന്നുണ്ട്. ശോഭയുടെ ഫാമിലി വരുമ്പോൾ അഖിൽമാരാറെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഈ ഇതിൽ വല്ല ഉണ്ടാണ് എന്ത് ക്യൂരിയോസിറ്റി ഇരിക്കുന്നത്? ഒരു തേങ്ങ അതിന് മാത്രമുള്ള ഒരു ഫൈറ്റോ ഒരു കോൺട്രവേഴ്സിയോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫാമിലി വീക്ക് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. സത്യം പറഞ്ഞാൽ 2 വീക്ക് ഇപ്പം ഈ പറയുന്ന ടിക്കറ്റ് ഫിനാലെ ഒന്നും അല്ല കേട്ടോ. ഈ പറയുന്ന നിങ്ങൾ കുറെ വീഡിയോസ് ഞാൻ കണ്ടു ടിക്കറ്റ് ഫിനാലെ ആണെന്ന്. എനിക്ക് തോന്നുന്നില്ല ടിക്കറ്റ് ഫിനാലെ അല്ല. ടിക്കറ്റ് ഫിനാലയിലേക്ക് എന്താ പറഞ്ഞത് ഒരു ബമ്പർ ബോണസ് കിട്ടുമെന്നാണ്. ടിക്കറ്റ് ഫിനാലേക്ക് പോണതിന് മുമ്പ് ഒരു ബമ്പർ ബോണസ് കിട്ടുമെന്നാ പറഞ്ഞത്. അതായത് ടിക്കറ്റ് ഫിനാലെ അല്ല നടക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ തന്നെ ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കുന്നത്, അല്ലാതെ ഗ്രൂപ്പ് ടാസ്ക് ഒന്നും കൊടുക്കത്തില്ല. ഇപ്പൊ നടക്കുന്നത് അതായത് ഇതിൽ ജയിക്കുന്ന ആർക്കോ ഒരാൾക്ക് ചിലപ്പോൾ പോയിന്റ് എല്ലാം കൊടുക്കുമായിരിക്കാം. അതായത് ഈ ടിക്കറ്റ് ഫിനാലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റിന്റെ അഡ്വാൻറ്റേജ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. മനസ്സിലായി? അതായത് ടിക്കറ്റ് ഫിനാലെ അതായത് രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് 2 ആഴ്ചയും ഈ പറയുന്ന ഫാമിലി വീക്ക് നീണ്ടു നിൽക്കും. നമ്മൾ പറഞ്ഞതുപോലെ 2 ആഴ്ച ഈ ഫാമിലി വീക്ക് നീണ്ടു നിൽക്കും. അതിന്റെ ഇടയിൽ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറെ മറ്റേ ആൾത്തലൂസ് കുറെ ടാസ്കുകൾ കൊടുക്കുന്നു. കുളിക്കുക, സോപ്പിട്ട് വരയ്ക്കുക, എന്തൊരു പതപ്പിക്കൽ ടാസ്ക്, കുറെ കുളിസീനുകൾ കാണാൻ പറ്റി എന്നുകൊണ്ടല്ലാതെ ഇതുപോലുള്ള കുറെ ഉടായ്പ ടാസ്കുകൾ കൊടുക്കും. 2 ആഴ്ച വരെ അങ്ങ് തള്ളി കൊണ്ട് നീക്കിവിടും. അതിനുശേഷമായിരിക്കും അവർ ടിക്കറ്റ് ഫിനാലെ കൊടുക്കും. ഇതിൽ ജയിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ചിലപ്പോൾ ജയിക്കുന്ന ഗ്രൂപ്പിനായിരിക്കും 3 പേർക്ക് നിങ്ങൾ ശരി ഓക്കെ 1-2 പോയിന്റ് പിടിച്ചോ, അടുത്ത ടിക്കറ്റ് ഫിനാലിലേക്ക് നിങ്ങൾക്ക് 2 പോയിന്റ് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ആയിരിക്കാം. മനസ്സിലായോ? അല്ലാതെ ഇതിനകത്തൊന്നും എന്തോ ഒരു ബോണസ് കിട്ടും. അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലെ അല്ല. ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്. ഇപ്പൊ ഗ്രൂപ്പ് ടാസ്ക് ആണ് കൊടുത്തിരുന്നത്. ഇപ്പൊ പതപ്പിക്കൽ ടാസ്കിൽ ആര് ജയിച്ചു? സായിയും ഈ പറയുന്ന സിജോയും നമ്മുടെ അപ്സരയും അടങ്ങുന്ന ടീം ജയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ നമ്മളൊരു റിവ്യൂവറായ എനിക്ക് പോലും അല്ലെങ്കിൽ ഒരു യൂട്യൂബറായ എനിക്ക് പോലും കുറച്ച് വ്യൂസ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഫാമിലി വീക്ക്. ആ ഫാമിലി വീക്കിനെ ഈ പറയുന്ന 64ാമത്തെ ദിവസം കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തൊലച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. തൊലച്ച് നാമാവശേഷമാക്കി. ഒരു ഇൻട്രസ്റ്റോ സത്യം പറഞ്ഞാൽ ഇതൊന്നുമില്ലാതെ പൊതുവെ ഒരു നോർമൽ ഒരു ടാസ്ക് കൊടുത്താൽ പോലും അത് നല്ല രീതിയിൽ ഹിറ്റാവുമായിരുന്നു. ഇതിന്റെ ഇടയിൽ കൊണ്ട് ഫാമിലിയെ പിടിച്ച് വലിച്ചിട്ടുകൊണ്ട് എന്ത് തേങ്ങയാണ് ഇവർ ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ ഷോ ഡയറക്ടർ എന്ത് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്യണമെന്ന്. അതായത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 4 സീസണിലുള്ള പൈസ മുമ്പേ കിട്ടിയല്ലോ. അത്രയ്ക്ക് TRP ആയിരുന്നല്ലോ. ഒരു 4 സീസൺ റൺ ചെയ്യാനുള്ള പൈസയൊക്കെ ഇത് വെച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്ത് തേങ്ങയായിക്കോട്ടെ, എനിക്കൊരു ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല. നാളെ വരുന്നത് ഈ പറയുന്ന അർജുന്റെയും ശ്രീധുവിന്റെയും വീട്ടുകാരാണ്. ഇന്നത്തെ പ്രമോ വന്നല്ലോ, വീട്ടുകാരാണ് കയറിയിരിക്കുന്നത്. അതിലിപ്പം ഈ പറയുന്ന അർജുന്റെയും പിന്നെ ശ്രീധുവിന്റെയും ലൈൻ ഒരു ജെന്യുവൽ ലവ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നുമില്ല. അതൊക്കെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട്
ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വലുതൊന്നുമില്ല. ഇനി അവിടെ വന്നിട്ട് ഇവർ രണ്ടും കൂടി വന്ന് രണ്ടുപേർക്ക് ഒരു പെണ്ണാലോചനയൊക്കെ നടത്തി രണ്ടുപേരെയും കുടിച്ച് പിടിച്ച് കയ്യൊക്കെ പിടിച്ച മോനെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കെട്ടി എന്നുള്ള രീതിയൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു കണ്ടന്റൊക്കെ കിട്ടുന്നത്. നമുക്ക് നമ്മൾ ബിഗ് ബോസ് കാണുന്നത് നമ്മുടെ ഒരു രസം. അതിപ്പോ അടിയായിക്കോട്ടെ, പ്രേമമായിക്കോട്ടെ, കുശുമ്പായിക്കോട്ടെ, വൃത്തിയില്ലായ്മ എന്തോ ആയിക്കോട്ടെ, നമുക്ക് കണ്ടന്റാണ് വേണ്ടത്. അല്ലാതെ ഒന്നുമില്ലാതെ അവിടെ നന്മ പറയാൻ കളിച്ചതിന്റെ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ആരൊക്കെ എന്ത് വൃത്തികേട് കാണിച്ചാൽ അത് വൃത്തികേട് എന്ന് പറയും, നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് പറയും. അതാണ് എന്റെ ഇപ്പം റിവ്യൂവറായെന്നുള്ള രീതിയിൽ എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു ജോലി. പലരും പറഞ്ഞത് ജാസ്മിനെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു, ജാസ്മിൻ ഒന്നും അവിടെ തെണ്ടിത്തനം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ജാസ്മിനാണ് അവിടെ കണ്ടന്റ് തരുന്നത്. അത് തെണ്ടിത്തനമാണെന്നേ ഉള്ളൂ. ആ തെണ്ടിത്തനം വരെ എനിക്ക് വിളിച്ചു പറയണ്ടേ. ഒരിക്കൽ ജാസ്മിനെ കുറിച്ച് പറഞ്ഞു, ഇനി അവിടെ എന്ത് തെണ്ടിത്തനം കാണിച്ചാൽ ഒന്നും മിണ്ടില്ല. സമാധാന ലക്ഷ്യം നാളെ വരുന്നുണ്ട് വീഡിയോ. ജാസ്മിന്റെ കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ എനിക്കത് വേറെ നിവർത്തിയില്ലടേ, നീ ക്ഷമിച്ചോളാ. നീ എന്റെയൊക്കെ ഓലപ്പടം കണ്ടെന്ന് പേടിക്കുന്ന ആള്. ഇതിനെക്കാട്ടി വലിയ പിറന്നാൾ വന്നപ്പോ വാപ്പ പള്ളിയിൽ പോയിട്ടില്ല, എന്നിട്ടാണ് ഇനി. അതുകൊണ്ട് ജാസ്മിന്റെ ഫാമിലി ഈ പറയുന്ന ടോക്സിക് ഒക്കെ അവിടെ ഇരുന്നാൽ ഇതിനെക്കാട്ടി വലിയ ടോക്സിക്കുകളെ കണ്ട് ഇതിനെക്കാട്ടി വലിയ പതിൽ മടങ്ങ് പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ ഫാൻസ് ഉള്ള അവരുടെ എതിർത്ത് നിന്നവരാണ് നമ്മള്. മനസ്സിലായി? അതൊക്കെ നമ്മൾ കണ്ടോളൂ. അതല്ലേ ഈ പറയുന്ന ഇച്ചാപ്പിച്ച 4, 3, 7 പേര് അവിടെ കിടന്ന് വിളിക്കുകയുള്ളൂ. എന്റെ കമന്റ് ബോക്സിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയാണ് ഒന്ന് പറയാൻ 4 ഞാൻ തിരിച്ചു വന്നിരിക്കും. വെച്ച് കേട്ടോണ്ട് കണ്ടോണ്ടെന്ന് ഇരിക്കില്ല. ഒന്ന് നീ പറഞ്ഞാൽ 4 ഞാൻ തിരിച്ചു പറയും. നല്ല മുട്ടം തെറി വിളിക്കാൻ എനിക്ക് പറയാം. മനസ്സിലായോ? അവൾ തിരിച്ചു തന്നിരിക്കുകയും ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ജാസ്മിൻ ഫാമിലി എടുത്ത് വന്ന് ചൊറിഞ്ഞാൽ അവസാനം ഈ ജാസ്മിൻ ഫാമിലിക്ക് കുറച്ച് ഓട്ടിട്ടതില്ല, അതുവരെ ഇല്ലാതാക്കേണ്ടതായിട്ട് വരും. കാരണം ഇവള് ചെയ്ത് കൂട്ടിയ കുറെ വൃത്തികേടുണ്ട്. അത് ഓരോന്നായിട്ട് എടുത്തെടുത്ത് നമുക്ക് വിശദീകരിക്കേണ്ടതായിട്ട് വരും. ആൾക്കാർക്ക് അത് മറന്നിരിക്കുകയാണ്. കുറെ പേർക്ക് അത് മറന്നുപോയി. അപ്പം പരിശുദ്ധിയായി വരികയാണ് അവള്. അതുകൊണ്ട് അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വായു മാറ്റി മടക്കി മര്യാദയ്ക്ക് നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ അമ്മയാണ് ഓരോന്നായിട്ട് എടുത്ത് അടുക്കും. അത് ഞാൻ അടുക്കുമ്പോൾ ഞാൻ മാത്രം ആയിരിക്കില്ല അടിച്ചു തുടങ്ങിയാൽ, ഞാൻ മാത്രം ആയിരിക്കില്ല അടിക്കുന്നത്. കുറെ എണ്ണം കാണും ഇതിന്റെ ബാക്കില്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ കൊള്ളാം. നമ്മൾ റിവ്യൂ ആണ് ഇരുന്നിട്ട് അവളെ ചെയ്യുന്ന തെണ്ടിത്തനത്തിനെ എടുത്ത് പറയുന്നു. അത് ഇനിയും പറയുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പൊ ഋഷിയുടെ അമ്മ വന്നിട്ട് ഇവിടെ ചെയ്ത എന്താണ്, മറ്റൊന്നുമല്ല, ഋഷിയുടെ അടുത്ത് ഒരു ഉപദേശം കൊടുക്കും. ഞാൻ കേട്ടത് ഇതാണ്, എന്താണ്, നീ മറ്റാരുടെ ഉപദേശം കേൾക്കണം, നീ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു ഉപദേശം കൊടുത്തതായിട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ സായി പറയുന്ന ഒരു കാര്യം, അയ്യോ എന്റെ തന്തപ്പടി വരുന്നതേ, സായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സായി കൃഷ്ണയല്ല, ഇപ്പൊ അവൻ സായി ബാബയാണ്. സായി കൃഷ്ണയൊക്കെ പോയി, സീക്രട്ട് ഏജന്റൊക്കെ പോയി. ഇപ്പൊ ആളിയാൻ സായി ബാബയാണ്. സമാധാനത്തിന്റെ പാത. എന്തോ ഒരു ഉള്ളറിവ്, എന്തോ അതിനെ പറയുമല്ലോ, എന്തോ പറയും, എന്തോ ഒരു സാധനം അവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ സായി കൃഷ്ണൻ നിന്ന് മാറി സായി ബാബ ആയിട്ടുണ്ട്. നന്മയിലോട് മാത്രം, സമാധാനത്തോട് മാത്രം ചിന്തിക്കുന്ന സായി ബാബ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ സായി കൃഷ്ണൻ. സായി നീ പുറത്തിറങ്ങ്, നാണം കെടുത്ത്. പിന്നെ എനിക്കൊരു നോക്കുമ്പോ ശരിയായിരിക്കും അതിലെ അവൻ പറയുന്നത്, അല്ലേ? ഇതൊന്നും എന്റെ അഹങ്കാരങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് മലമറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി കാണും ഞാനൊരു മനുഷ്യനായി എന്ന് മനസ്സിലായി കാണും. എന്തായിക്കോട്ടെ. അപ്പൊ എന്തായാലും സായി കൃഷ്ണ ഇപ്പൊ സായി ബാബ ആയിക്കൊണ്ട് അതിപ്പോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അൻസിബയുടെ പിന്നെ പാരന്റ്സ് വന്നു. അൻസിബയുടെ പാരന്റ്സും എല്ലാവരോടും വളരെ ഇഷ്ടമായിരുന്നു. ജാസ്മിനെയൊക്കെ പിടിച്ച് ഒരുപാട് പിന്നെ കെട്ടിപ്പിടിക്കുകയും നീ എന്റെ മോളെ പോലെയാണെന്നൊക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം അൻസിബയോട് തന്നെ പറയുന്നുണ്ട്, അവൾക്ക് പക്വതയില്ലാതെ അവള് കാട്ടിക്കൂട്ടുന്നതാണ്, ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കത്തില്ല, നീ അങ്ങ് ക്ഷമിച്ചുകളാ എന്ന്. അതായത് അൻസിബയുടെ ഇൻഡയറക്റ്റ് പറയാണ്, നീ കൂടുതൽ അവരുടെ അടുത്ത് വളരെ വൈരാഗ്യമൊന്നും കാണിക്കേണ്ട, അതൊരു ഇവരെല്ലാത്ത പക്വതയില്ലാതെ കാണിക്കുന്ന സാധനമാണ്, അതങ്ങ് ക്ഷമിച്ചു, നമ്മൾ വെറുതെ എന്തിനും ആയിട്ടല്ലെങ്കിൽ നമ്മളെന്തിനും നാറുന്നത് എന്നുള്ള രീതിയാണ് പറഞ്ഞത്. സത്യം പറയാമല്ലോ, വേറെ ഒന്നും ഇതിനകത്തൊന്നുമില്ല. നാളെ ഇനിയിപ്പോ അർജുന്റെ ശ്രീധുവിന്റെ കാര്യത്തിൽ കണ്ടന്റ് കിട്ടിയാൽ കിട്ടി. നമ്മുടെ ലൈവിൽ കണ്ടാൽ അറിയാം ആൾക്കാർക്ക് എന്തുമാത്രം ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്തുമാത്രം താല്പര്യമുണ്ട് ഇത് കാണാൻ. എനിക്കൊരു താല്പര്യം, ഞാൻ ലൈവ് എന്ന് പറയുന്ന സാധനം കണ്ടില്ല. 2, 3 മിനിറ്റ് കണ്ടു. ഞാൻ കൂടെ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾ ആലോചിച്ചു, ഫാമിലി വീക്ക് നടന്നിട്ട് വീഡിയോസ് പോലും ഇടാൻ എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ മാത്രം കുഴപ്പമാണെന്ന് അറിയത്തില്ല, എനിക്ക് കാണാനേ തോന്നിയില്ല, ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല. ഇവർ തൊലച്ചു എന്നാണ് പറയാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.